ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाखया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिधि नामिने। नमस्ते सारस्वते देवं गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रदासुधं सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविन्दाय नमो नमः। हे गोपालक हे कृपा जलनिधे हे सिंधु कन्यापते। हे गोपालक हे कृपा जलनिधे हे सिंधु कन्यापते। हे कंसान्तक हे गजेन्द्र करुणा पारेण हे माधवा हे रामानुज हे जगत्त्रय गुरो हे पुंडरीकाक्षमा हे गोपी जननायक पालय परम जानामि न त्वां विना परम जानामि न त्वां विना। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवदत्युत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुलङ्गयते गिरिं यत्कृपात्तमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्री चैतन्यमीश्वरम्। हरे कृष्णा। श्रीमद्भागवतम प्रथम स्कंदम अध्यायम 6 श्लोकम 15। तस्मिन् निर्मनुजे अरण्ये पिप्पलो बस्त आश्रिता आत्मनात्मनमात्मस्थं यथाश्रु तमचिन्तयन्। प्लीज रिपीट। तस्मिन् निर्मनुजे अरण्ये
तस्मिन् निर्मनुजे अरण्ये पिप्पलोपस्थ आश्रिता आत्माना आत्मानमात्मस्तम् आत्मानमात्मानमात्मस्तम् यथा श्रुतमचिन्तयम् तस्मिन् निर्मनुजे अरण्ये पिप्पलोपस्थ आश्रिता आत्मनामात्मानमात्मस्तं यथा श्रुतमचिन्तयम् तस्मिन् निर्मनुजे अरण्ये पिप्पलोपस्थ आश्रिता आत्मनामात्मानमात्मस्तं यथा श्रुतमचिन्तयम् अर्थम श्रील प्रभुपाद की जय. അനന്തരം മനുഷ്യവാസമില്ലാത്ത ആ വനത്തിൽ ഒരു ആൽമരണ തണലിൽ മുക്താത്മാക്കളിൽ നിന്നും ഞാൻ അഭ്യസിച്ച പോലെ എൻ്റെ ബുദ്ധി സാമർഥ്യത്തെ പ്രയോജനപ്പെടുത്തി അന്തർവർത്തിയായി നിവിഷ്ടനായിരിക്കുന്ന പരമാത്മാവിനെ ധ്യാനിക്കാൻ ആരംഭിച്ചു. അപ്പോ ശ്രീല പ്രഭുപാദരാണ് ഈ മഹാഭാഗവതത്തിന് ഭാഷ്യം ഗുരുപരമ്പരയുടെ കെട്ടുറപ്പോടുകൂടി ഭാഷ്യം രചിച്ചത്. അങ്ങനെയുള്ള ഗുരുപരമ്പരയും ശ്രീല പ്രഭുപാദരൊക്കെ ഇല്ല എങ്കിൽ ഭാഗവതത്തിന്റെ അർത്ഥമേ മാറിപ്പോകും അല്ലെ. ആ കാരണത്താൽ നമ്മൾ എല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ്. പെട്ടെന്ന് ഈ ഇവിടെ ഒരു 3 ആത്മാവിനെ കുറിച്ച് കണ്ടു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അത് ആലോചിച്ചു. ആത്മനാം ആത്മാനമാത്മസ്ഥം. അപ്പൊ ഇതൊക്കെ ഇത് എന്താണ്, ഇത് എന്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ആചാര്യന്മാരിൽ നിന്ന്. അങ്ങനെ നാരദ ഋഷി അദ്ദേഹത്തിന്റെ പൂർവജന്മ വൃത്താന്തത്തില് ആ 5 വയസ്സായ ബാലകൻ ഇങ്ങനെ നടന്നു നീങ്ങി ഒടുവില് അവശനൊക്കെ ആയി ജലമെല്ലാം കുടിച്ചു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ്. അനന്തരം മനുഷ്യവാസമില്ലാത്ത ആ വനത്തിൽ ഒരു ആൽമരത്തണലിൽ മുക്താത്മാക്കളിൽ നിന്നും ഞാൻ അഭ്യസിച്ച പോലെ എൻ്റെ ബുദ്ധി സാമർഥ്യത്തെ പ്രയോജനപ്പെടുത്തി അന്തർവർത്തിയായി നിവിഷ്ടനായിരിക്കുന്ന പരമാത്മാവിനെ ധ്യാനിക്കാൻ ആരംഭിച്ചു. അപ്പൊ ഇവിടെ ഒരുപാട് പോയിന്റ്സ് ഇന്നത്തെ ശ്ലോകത്തിലുണ്ട്. ഒന്നാമത്തത് നിർമനുജേ അരണ്യേ അല്ലെ. നിർമനുജേ, മനുജൻ അല്ലെങ്കിൽ മർത്യന്മാര് സഹവാസമില്ലാത്ത ആനനം ആരണ്യത്തിൽ എന്നാ പറയണം. അപ്പൊ അവിടെ പിന്നെ എന്ത് കാണിക്കാനാ അല്ലെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ഒരാളെങ്കിലും വേണം. കുറച്ചു പേരൊക്കെ കാണണം ഞാൻ ജപിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പൂജ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഭഗവത് സേവനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ വ്രതം എടുക്കുന്നത് അല്ലെ. എന്നാൽ പിന്നെ ഇവിടെ അതൊന്നും കാണാൻ ആരുമില്ല. നിർമനുജേ, മനുജന്മാരൊന്നുമേ ഇല്ല. അത് ഒന്നാമത്തെ പോയിന്റ്. അതിൽ നമുക്ക് എലാബറേറ്റ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തത് ആത്മനാം ആത്മാനം ആത്മസ്ഥം. 3 തരത്തിലുള്ള ആത്മാവിനെ കുറിച്ച്, അത് എന്തിനെ കുറിക്കുന്നു. മൂന്നാമത്തത് യഥാശ്രുതമചിന്തയം. എന്താണോ പൂർവസൂരികൾ ഭക്തി വേദാന്തികൾ പറഞ്ഞത് അപ്രകാരം അനുഷ്ഠിച്ചു എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈ ഒരു ശ്ലോകം നമുക്ക് ഒരല്പമായിട്ട് എടുത്തു പോകാൻ പറ്റില്ല. ഇത് വിസ്തരിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ തസ്മിൻ നിർമനുജേ അരണ്യേ അല്ലെ. അരണ്യ മീൻസ് കാനനം, ഫോറസ്റ്റ്.
Tasmin Nirmanuje Aranye, no human being staying there. Nirmanuje, അവിടെ മനുഷ്യവാസമേ ഇല്ല. അപ്പോ ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി ഒരാള് കണ്ടിട്ടോ ഇനി ഒരാള് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചിട്ട് ഒരു ഷോ ഓഫ് അല്ല ആധ്യാത്മിക ജീവിതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ 5 പേരുണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോ നേരത്തെ പറഞ്ഞ മാതിരി ഏകനിരഞ്ജന, ഏകനായിരിക്കും. തൻ്റെ ആധ്യാത്മിക പാതയിൽ താൻ ഏകനായിരിക്കും. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. തീർച്ചയായും ഗുരുവും കൃഷ്ണനും ഉണ്ടാവും, പക്ഷെ കാണാൻ ആരും ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട. അതിനെ മാർക്കിടാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട, അല്ലെ? ഒരു ഗുരു മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ആധ്യാത്മികത്തിലേക്ക് നമ്മള് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്റെ പുറകെ ഉണ്ട്, ജനങ്ങൾ എന്നെ എന്ത് വിചാരിക്കും, അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്ത പാടില്ല. എപ്പോഴും നമുക്ക് എത്ര തന്നെ നല്ലത് വന്നാലും റൈറ്റ് ഓപ്പോസിറ്റ് സൈഡില് നമ്മുടെ നല്ലതിനെ കണ്ടിട്ട് ഡിസ്റ്റർബ്ഡ് ആവുന്ന പല ആൾക്കാരുണ്ടാവും. അതൊന്നും ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് ഒന്നാമത്തത്. രണ്ടാമത്തത്, മറ്റൊരാള് അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചാൽ ഇത് ഞാൻ സ്വീകരിക്കാം, ജനങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ആധ്യാത്മികത്തിൽ സേഫ് ആയിട്ടിരിക്കാം, ദൈവീകമായിട്ടിരിക്കാം. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും നമ്മളിൽ കടന്നുകൂടാൻ പാടില്ല. അത് പുരോഗതി ഇല്ലാത്ത ഒരു സാധകനാണ് അങ്ങനെ ചിന്തിക്കുന്നത്. മറ്റുള്ളവരെ ബേസ് ചെയ്തുകൊണ്ട് ആധ്യാത്മികമായിട്ട് ഉയരാൻ ശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് സാധാരണ കർമ്മികൾ എന്ന് പറഞ്ഞാൽ അഭക്തരായിട്ടുള്ളവർ, അവര് റെക്കഗ്നൈസ് ചെയ്തോ ചെയ്യാതെയോ ഒക്കെ ഇരിക്കും. അതൊരു ഭക്തന്റെ കൺസിഡറേഷനിൽ വരുന്നതേയില്ല. അപ്പൊ തൻ്റെ പാതയില് താനാണ് നിശ്ചയിക്കേണ്ടത്, അല്ലെ? പുറത്ത് നമ്മൾ നോക്കി നിൽക്കുന്ന ജനങ്ങളല്ല. ജനങ്ങൾ പലവിധമാണ്. അവർക്ക് ശാസ്ത്രത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ മഹത്തരമായ ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനം പ്രാപ്യ വിമുഹ്യതി തെക്വാ ശ്യാമ അന്തകാലേപി ബ്രഹ്മനിർവാണമർച്ഛതി. കൃഷ്ണൻ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 72-ാം ശ്ലോകത്തിൽ പറയുന്നു, ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ. ഏതൊന്നിലെത്തിയാൽ ഒരു മനുഷ്യന്റെ വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീകവും ദൈവികവുമായ പദമാണിത്. അപ്പൊ ആ ഒരു വഴിയിലേക്ക് പോകുവാൻ നമുക്ക് എപ്പോഴും നിശ്ചയദാർഢ്യം ഉണ്ടാവണം. അങ്ങനെ നിശ്ചയദാർഢ്യമുള്ളവൻ തെക്വാ ശ്യാമ അന്തകാലേപി, ജീവിതാന്ത്യത്തില് ബ്രഹ്മനിർവാണം വൃക്ഷതി, ബ്രഹ്മനിർവാണം ഭഗവാന്റെ അടുത്ത് എത്തും എന്നാ പറയുന്നത്. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് കൂടെ കൂട്ടിയാൽ ഞാനും വരാം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ കൂടെ ആളുണ്ട് എങ്കിൽ ഞാൻ ഉണ്ടാവും എന്നുള്ള ചിന്ത അങ്ങ് വിടുക. പിന്നെയോ അടുത്തത് പറയുന്നത് പിപ്പലോപസ്ഥ ആശ്രിത. പിപ്പല ട്രീ എന്ന് പറഞ്ഞാൽ ആൽമരം. അപ്പൊ ആൽമരത്തിന് കീഴിലായിട്ട് അദ്ദേഹം ഇരിക്കേണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു എന്നാണ് ഇമ്പോർട്ടൻ്റ്. ആത്മാനം ആത്മസ്ഥം. ഇവിടെ 3 ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമത് ആത്മാവ് ബൈ ഹിസ് ഇന്റലിജൻസ്, ബുദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തത് ആത്മാനം, അടുത്തത് പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ ആത്മസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മ എവിടെയായിരിക്കുന്നത്? ഒരു സാധകന്റെ ഹൃദയത്തിലാണ്. അപ്പൊ ആ ഒരു ആത്മാവിനെ ഉദ്ദേശിച്ചാ പറയുന്നത്. അപ്പൊ ഇവിടെ ആത്മാ, പരമാത്മാ, ആത്മാവിന്റെ ബുദ്ധി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ആത്മാവ് ഹൃദയത്തില്
ആത്മാവിന് കിട്ടിയ ശരീരത്തില്, ഹൃദയത്തില് ആത്മാവിന്റെ നാഥനായ പരമാത്മാവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആത്മസ്ഥം മെഡിറ്റേറ്റ് ചെയ്യാണ്, ധ്യാനിക്കുകയാണ്. എങ്ങനെയാണ്? ആത്മാന വിത്ത് ഹിസ് ഇന്റലിജൻസ്, അദ്ദേഹത്തിന്റെ ബുദ്ധി. അപ്പൊ ബുദ്ധി എന്ന് പറയുമ്പോൾ എങ്ങനെ നോക്കാം? യഥാശ്രുതം അചിന്യയാം. എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്ത് അദ്ദേഹം ധ്യാനിച്ചത്? യഥാശ്രുതം. അല്ലെ, ഈ ഒരു മെഡിറ്റേഷന്റെ പ്രോസസ് അദ്ദേഹം ഓൾറെഡി യഥാശ്രുതം taught by ഭക്തി വേദാന്തി, ഇതിനു മുമ്പേ തന്നെ ആചാര്യന്മാരിൽ നിന്ന് അദ്ദേഹം കേട്ടു എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ തനിയെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയല്ല ഭഗവാന്റെ അടുത്ത് പോകുന്നതിന് വേണ്ടി, ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടി നാരദ ഋഷി തിരഞ്ഞെടുത്തത്. അല്ലെ, നാരദ ഋഷി തിരഞ്ഞെടുത്തത് പ്രധാനമായും എന്താണ്? പൂർവസൂരികൾ എന്തു പറഞ്ഞു ഇതിനെക്കുറിച്ച്, അതിനനുസരിച്ചിട്ടാണ് ദൈവീകം പോകുന്നത്. അപ്പൊ സൂരികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഭക്തി വേദാന്തികൾ. ഭക്തിശാസ്ത്രത്തിൽ അതിനിപുണന്മാരാണ്. ഭക്തി വേദാന്തികൾ എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാർ. ആ ഭക്തന്മാര് ഭക്തിശാസ്ത്രത്തിൽ നൈപുണ്യം ആർജിച്ചവരാണ്. അതുകൊണ്ട് അവര് ഈ 5 വയസ്സായ ബാലന് ഹൃദയത്തിൽ തന്നെ അറിവ് പകർന്നു കൊടുത്തു എന്നാണ്, ആത്മീകമായ അറിവ്. അപ്പൊ അത് ധ്യാനിക്കാനാണെങ്കിൽ ധ്യാനിക്കുന്ന പ്രോസസ്, ആ പ്രക്രിയയും പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് ഇവിടെ ഈ ശ്ലോകത്തില് നാരദ ഋഷി തന്നെ എടുത്തു പറയുന്നത് യഥാ ശ്രുതം അചിന്തയാം. എങ്ങനെയാണോ ഞാൻ നേരത്തെ പഠിച്ചത്, ഭക്തി വേദാന്തികളിൽ നിന്ന് പഠിച്ചത്, അതേമാതിരി എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാനിരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ധ്യാനിക്കാൻ തുടങ്ങി എന്നാ പറയും. അപ്പൊ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. നമ്മളെല്ലാം അനുഷ്ഠിക്കേണ്ടതായ ഒരു കർമ്മമാണ്. ദൈവികമായ ഒരു പദത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആരുടെയെങ്കിലും സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള നോളജ്, ഊഹാപോഹങ്ങളിൽ കൂടിയുള്ള അറിവിനെ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇവിടെ നാരദ ഋഷി ചെയ്തത് എന്താ? ഗുരു, സാധു, ശാസ്ത്ര. അല്ലെ, ഗുരുവും പിന്നെ ശാസ്ത്രവും ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ആധികാരികമായ ഒരു പ്രക്രിയയാണ് ഇവിടെ ഭഗവത് സാമീപ്യത്തിൽ എത്തുന്നതിന് വേണ്ടി 5 വയസ്സായ ബാലകൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പുറമേ കാണുന്ന കൺകെട്ട് വിദ്യകൾ, അതോടൊപ്പം തന്നെ ഊഹാപോഹങ്ങളിൽ കൂടിയുള്ള അറിവ്, ഇതൊന്നും ഒരുവനെ യഥാർത്ഥ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കില്ല എന്നാ പറയുന്നത്. അപ്പൊ യഥാർത്ഥ ആത്യന്തിക ലക്ഷ്യമായ ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ ഗുരു, സാധു, ശാസ്ത്രം, ഹരി, ഗുരു, ഭഗവത്ഗീത 3 വേണം. ഹരി, ഗുരു. ഹരി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ, ഗുരു എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ പ്രതിനിധി, പിന്നെ ഭഗവത്ഗീത, ശാസ്ത്രം. ഇത് 3 വേണം. അപ്പോ അങ്ങനെ ആയിരിക്കണം നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് പോവേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ചതിവുണ്ടാവും, വഴി തെറ്റിപ്പോകും. ചിലപ്പോൾ നമ്മൾ തന്നെ ഈശ്വരനാണെന്ന് അങ്ങനെയുള്ളവർ നമ്മളെടുത്ത് പറഞ്ഞ് ഒടുവിൽ നമ്മൾ ഈശ്വരനാവാൻ വേണ്ടി ശ്രമിച്ച് വിഡ്ഢിയായിട്ട് മാറേണ്ടി വരും. അങ്ങനെ നിരാശനാവേണ്ടി വരും ഭാവിയിൽ. അപ്പോ എന്നാൽ ഒരു ആധികാരികമായ ഗുരുപരമ്പര വഴിയുള്ള ഒരു അറിവ്, പൂർവാചാര്യന്മാരുടെ അറിവ്, ശാസ്ത്രം ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ ചതിക്കപ്പെടേണ്ടി വരില്ല. ഈ ഒരു മാർഗമാണ് ദൈവിക പദത്തിൽ നമ്മളും സ്വീകരിക്കേണ്ടത്. ഇനി ഇവിടെ 3 ആത്മാവിനെ കുറിച്ച് പറയുന്നു, അല്ലെ? 3ാമത്തെ ലൈനിൽ പറയുന്നു 3 ആത്മാക്കൾ, ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് 3ഉം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ആത്മ, രണ്ടാമത് പരമാത്മ, 3ാമത് ആത്മാവിന്റെ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി.
ലൈക്ക് എന്താ പറയാ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു ഗ്രീൻ കോക്കോനട്ട്, ഒരു തേങ്ങ, ആ തേങ്ങ ഗ്രീൻ ആയിട്ട് ഇരിക്കുമ്പോഴും ആ പുറം ചട്ട ഉള്ളപ്പോഴും അതിനെ തേങ്ങ എന്ന് പറയും. ഇനി അതിനെ തൊണ്ട് മാറ്റി ചിരട്ടയോടുകൂടിയുള്ള ആ ഷെല്ലോടുകൂടി അതിനെയും തേങ്ങ എന്ന് പറയും. ഇനി അതിനെ പൊട്ടിച്ച് തേങ്ങ തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് പറയും? തേങ്ങ എന്നേ പറയും, അല്ലെ? സോ ഓൾ ഓഫ് ദം ഇൻ ഓൾ സ്റ്റേജസ് ക്യാൻ ബി കോൾഡ് കോക്കോനട്ട്. അപ്പൊ ഇത് ഇത്രയും തന്നെ ഈ ഏത് സ്റ്റേജിലായാലും അതിനെ കോക്കനട്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ ആത്മ മൂന്ന് തരത്തിലുള്ള ആത്മാവിനെ പറയണു. അപ്പൊ ആത്മാവ് ചില സമയത്ത് പരമാത്മാവിനെ പ്രതിനിധീകരിക്കുന്നതായിരിക്കും. ഇനി ചിലയിടത്ത് ആത്മാവിനെ നമ്മളെ പ്രതിനിധീകരിക്കുന്നതായിരിക്കും. ദാറ്റ് മീൻസ് സോൾ, നമ്മൾ ആത്മാവാണ്, അതിനെ റെഫർ ചെയ്യുന്നതായിരിക്കും. ഇനി ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയെ റെഫർ ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ റെഫർ ചെയ്യുന്നതായിരിക്കും. എന്തിനേറെ പറയണു, നമ്മുടെ ശരീരത്തെ വരെ ചിലപ്പോൾ ആത്മാവെന്ന് റെഫർ ചെയ്തിട്ടിരിക്കും. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓൺലി എ ആചാര്യ knows what is the context. ഒരു ആചാര്യന് മാത്രം, പൂർവ സൂര്യകളായിട്ടുള്ള പൂർവ ആചാര്യന്മാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു ഗഹനം ഉണ്ടാവുള്ളൂ. അതിന്റെ സന്ദർഭം എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അല്ലെ, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതേസമയം പൂർവാചാര്യന്മാരുടെ ഒരുപാട് കമന്ററികളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളവർക്ക് ക്രമേണ അവർക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു വാക്യാർത്ഥം വെച്ച് ഇതെന്താണ്, ഇത് ആത്മാവാണ്, ഈ ആത്മാവിന് ഏത് ആത്മാവെന്ന ആ കൂടി നമ്മൾ കൺഫ്യൂഷൻ ആവും, അല്ലെ? സപ്പോസ് നമുക്ക് കുറച്ച് അറിവുണ്ടാവാം, കുറച്ച് ഇന്റലക്ച്വലി നമ്മൾ വളരെ ഉയർന്നിരിക്കുന്നവരായിരിക്കാം, അതിൽ അഭിമാനിക്കുന്നവരായിരിക്കാം ചിലർ. അപ്പൊ അവര് ഈവൻ സംസ്കൃത വേർഡ് വിട്ടേര് ചില ഇംഗ്ലീഷ് വേർഡ് ചില ആചാര്യന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർ അബദ്ധം വെച്ചാൽ പലതും തെറ്റി അവരുടെ ഇന്റലിജന്റുമായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ട് ഉടനെ അത് ആചാര്യന് തെറ്റുപറ്റിയതാണ് എന്ന് പറയുന്നത് വരെയുണ്ട്, അല്ലെ? ഓ, ദിസ് ട്രാൻസ്ലേഷൻ ഇത് കൊള്ളൂലോ, ഈ ട്രാൻസ്ലേഷൻ ഇങ്ങനെ അല്ലല്ലോ, അല്ലെ? മേ ബി അദ്ദേഹം പലതും ഒക്കെ ഒന്ന് കുറച്ചൊക്കെ പൊട്ടും പൊടിയും ഒക്കെ അറിയാമായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തയിൽ കൂടി ആചാര്യന്മാരുടെ ഭാഷ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം, അല്ലെ? അതുകൊണ്ട് ആചാര്യന്മാർക്ക് തെറ്റുപറ്റി എന്ന് വരെ പ്രഹസനം ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. സോ ദേ ട്രൈ ടു ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് ട്രാൻസ്ലേഷൻ ബേസ്ഡ് ഓൺ ഓൺസ് ഓൺ നോളജ്. അപ്പൊ അവരുടേതായ അവരാർജിച്ച സോ കോൾഡ് ഇന്റലിജൻസ്, ആ ഒരു ബുദ്ധി കൊണ്ട്, ആ എന്താ പറയാ മെറ്റീരിയൽ ഇന്റലിജൻസ് കൊണ്ട് അവര് വാക്യാർത്ഥത്തെ നോക്കിയിട്ട് അങ്ങനെ അവർ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇത് ശരിയല്ലല്ലോ, ആക്ച്വലി ഇതല്ലേ വരേണ്ടത്, സപ്പോസ് ടു ബി ദ മീനിങ് ഷുഡ് ബി ലൈക്ക് ദിസ്, അല്ലെ? ഈ ഒരു മീനിങ് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് തെറ്റുപറ്റിയിരിക്കാം, അല്ലെ? അതിനുശേഷം ആ വ്യക്തി തന്നെ ബോസ്റ്റ് ചെയ്യും, ആഹാ എനിക്ക് എല്ലാം അറിയാമെന്ന്. പക്ഷെ എങ്ങനെ നമുക്കത് മനസ്സിലാവും? അതാണ് ഇവിടെ പറയുന്നത്. സപ്പോസ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാവുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഞാനൊരു ഹെഡ് പൂജാരിയാണെന്ന് വിചാരിക്കാം. എന്റെ ക്ഷേത്രത്തില് രാധ ഉണ്ട്, രാധാകൃഷ്ണനുണ്ട്, അതേമാതിരി നരസിംഹദേവനുണ്ട്, അല്ലെ? പിന്നെ ആചാര്യന്റെ വിഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇനി ഒരു അസിസ്റ്റന്റ് പൂജാരിയുടെ അടുത്ത് പറയാണ്, എന്താണ്, നാളെ ഡ്രസ്സ് നിങ്ങൾ ചെയ്യണം കേട്ടോ എന്ന് പറയാണ്, അല്ലെ? നാളെ ഡ്രസ്സ് നിങ്ങളാണ് കേട്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചു. വേറെ ഒരല്പം പൂജാരികളുണ്ട്, പിന്നെ പൂജാരിയുടെ അസിസ്റ്റൻസ് ഉണ്ട്, അതിനപ്പുറമായിട്ട് പുറത്തുനിന്നവരുണ്ട്. ആ പുറത്തുനിന്ന് വരുന്നവര് അപ്പോഴാണ്
ആ പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പേരും ഏത് രീതിയിലാണ് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നതെന്നാ പറയുന്നത്, അല്ലെ? അപ്പോ ഞാൻ എന്താണെന്ന് പറഞ്ഞ് എനിക്ക് അണ്ടർസ്റ്റാൻഡായി, മനസ്സിലായി. ഓക്കെ, എന്റെ വാക്ക് ഞാൻ ഇനി ഒരു പൂജാരിയുടെ അടുത്ത് പറയാണ്, ഡ്രസ്സ് നാളെ ഇങ്ങനെ പറയാണ്. അപ്പോ those who around us, they may not understand. എനിക്ക് ചുറ്റും ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ വാക്ക് എന്താണ്. അപ്പൊ അവർ വിചാരിക്കും എന്ത് ഡ്രസ്സ്. അപ്പൊ അസിസ്റ്റന്റ് പൂജാരി വിചാരിക്കുകയാണ്, ഓ കൃഷ്ണനാണോ? അപ്പൊ ഇനിയൊരു അസിസ്റ്റന്റ് പൂജാരി രാധയ്ക്കായിരിക്കും, രാധാറാണിക്കായിരിക്കും, അല്ലെ? അപ്പൊ ഇനിയൊരു അസിസ്റ്റന്റ് പൂജാരി വിചാരിക്കും ഒരു കോൺഗ്രിഗേഷൻ ആയിട്ട് ഇരിക്കട്ടെ, പൂജാരിക്ക് അപ്പുറത്ത് ഇരിക്കുന്ന കുറച്ച് ഭക്തരാണ്, അവർ വിചാരിക്കും ഓ ഇത് വന്നിട്ട് ആചാര്യന് വേണ്ടി ഇടാനുള്ള ഡ്രസ്സിനെ കുറിച്ചായിരിക്കും പറഞ്ഞത്, അല്ലേ? എന്നാൽ അപ്പോഴാണ് ഒരു പുതിയ ഭക്തൻ അല്ലെങ്കിൽ പുതിയ ഒരാള് ഭഗവാനെ കാണാൻ വിസിറ്റ് ചെയ്തത്. അന്നാണെങ്കിൽ അയാള് എത്രയോ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അയാളും ഇത് കേട്ടു. ഉടനെ അയാൾ ചിന്തിക്കുകയാണ്, എന്റെ ഭാര്യയുടെ ഡ്രസ്സിനെ കുറിച്ച് ആയിരിക്കുമോ ഈ പറഞ്ഞത്. ഇങ്ങനെയും ചിന്തിക്കാം, അല്ലെ? പക്ഷേ someone in close circle can understand that dressing means beauty dressing. എന്നാൽ ഇത്രയും പേരുടെ ഇടയില് ഈ വിഗ്രഹത്തിന് ഡ്രസ്സ് ചെയ്യുന്ന വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഏകദേശം മനസ്സിലാവും ഇത് വിഗ്രഹത്തിന്റെ ഡ്രസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവർ സ്പെക്കുലേറ്റ് ചെയ്യാണ്, എന്റെ ഭാര്യ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടുവന്നപ്പോ ഇവരെല്ലാം എന്റെ ഭാര്യയുടെ ഡ്രസ്സിനാണല്ലോ നോക്കുന്നത്, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ പറഞ്ഞത് എന്താണ്? ഇതിന് ചുറ്റും എന്തെങ്കിലും നമ്മുടെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും, പൂജാരിക്ക് ഓക്കെ അത് DT ഡ്രസ്, വിഗ്രഹത്തിന്റെ ഡ്രസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ എങ്കിലും ഏത് DTക്കാണ്? അപ്പോഴും അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. ഒരല്പം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, എന്താ പറയാ, സറൗണ്ടിൽ നിൽക്കുന്ന ലിറ്റിൽ ബിറ്റ് ക്ലോസ് ആയിട്ടുള്ളവർക്ക്. ബട്ട് someone who is beyond the circle, they think, ബിയോണ്ട് ആയിട്ട് നിൽക്കുന്ന, നമ്മുടെ സർക്കിളിന് പുറത്ത് നിൽക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരാള് വിചാരിക്കുന്നത് എന്താ, ഒന്ന് എന്റെ ഭാര്യയുടെ ഡ്രസ്സിനെ കുറിച്ചായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ എന്തോ കൃഷ്ണന് പുതിയൊരു ഡ്രസ്സ് വേണമായിരിക്കും, അതിനെ കുറിച്ചായിരിക്കും സംസാരിച്ചത്, ഇങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യും. സോ ഹിയർ പോയിന്റ് ഈസ്, someone who knows me more closely, he will think what I speaking for the dress. എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള പൂജാരിയുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. ആ പൂജാരിക്ക് മനസ്സിലാവും ഈ ഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് രാധാറാണിക്ക് വേണ്ടിയാണ്. സോ വാട്ട് ഹി സേയിങ് ഈസ് ഡ്രസ് ഫോർ രാധാറാണി, അല്ലെ? അത് രാധാറാണിയുടെ ഡ്രസ്സിന് വേണ്ടിയാണ്, രാധാറാണിയുടെ ഡ്രസ്സിൽ നാളെ ഞാൻ ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, ഡിപ്പെൻഡിങ് ഓൺ വൺസ് ക്ലോസ്നെസ് with the person, one will understand the intent of the person behind the words. നമ്മൾ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുമായുള്ള ആ അടുപ്പത്തെ ആശ്രയിച്ച് വാക്കുകൾക്ക് പിന്നിലുള്ള വ്യക്തിയുടെ ഉദ്ദേശം ഒരാൾക്ക് മനസ്സിലാവും, അല്ലെ? അതേമാതിരിയാണ് എന്താ പറയാ, സോ വേർഡ്സ് ആർ നോട്ട് ഇൻ ഓൾ. അപ്പോ വേർഡ് എന്ന് പറയുന്നത് എല്ലാമല്ല. ദ ഇന്റന്റ് ബിഹൈൻഡ് ദ വേർഡ്സ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. വാക്കുകൾക്ക് പിന്നിലുള്ള ഉദ്ദേശം കൂടുതൽ പ്രധാനമാണ്. വാക്കുകൾ നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് വാക്കുകൾക്ക് പിന്നിലെ ഉദ്ദേശമാണ് അതിപ്രധാനം. അതിനാൽ ആ വ്യക്തിയുമായി കൂടുതൽ അടുപ്പമുള്ള ചിലർക്ക് ആ ഉദ്ദേശം വ്യക്തമായിട്ട് മനസ്സിലാക്കും. So point is, the intelligence of acharyas, പൂർവ ആചാര്യന്മാരുടെ ബുദ്ധി, ഇന്റലിജന്റ്, is more close to Krishna. കൃഷ്ണനുമായിട്ട് വളരെ ക്ലോസ് ആണ് than the struggling sadhakas. നമ്മളെ പോലുള്ള സാധനയിലെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ഇന്റലിജൻസിനെയും കാട്ടിയും കൂടുതൽ
ആചാര്യന്മാരുടെ ഇന്റലിജന്റ് കൃഷ്ണനുമായിട്ട് വളരെ ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് കൃഷ്ണൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വളരെ ക്ലോസ് ആയിട്ടുള്ള ആചാര്യന് മനസ്സിലാവും, അല്ലെ? ദേ ആർ മോർ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് കൃഷ്ണ ദാൻ വി ആർ. അതുകൊണ്ടാണ് ആചാര്യൻ വളരെ ഇമ്പോർട്ടൻറ്റ്, ആ ഗുരുപരമ്പര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം. സോ എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലോസ്നെസ് വിത്ത് ദ ലോർഡ്. അപ്പൊ ഞാനൊരു ശ്ലോകത്തിന്റെ ഓരോ മീനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ആത്മന ആത്മസ്ഥം അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 3 ആത്മാവുണ്ടോ? ഇത് 3 ആത്മാവ്. ദുരാത്മാവാണോ, ബദ്ധാത്മാവാണോ, ഇങ്ങനെയൊക്കെ സ്പെക്കുലേറ്റ് ചെയ്യും. പക്ഷെ ഒരു ആചാര്യനെ അത് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. നമ്മളെ പോലുള്ള ഒരു സാധകന് അത് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. ബിക്കോസ് വി ആർ നോട്ട് വെരി ക്ലോസ് ടു ഗോഡ്. നമ്മൾ ഭഗവാനുമായിട്ട് വളരെ ക്ലോസ് അല്ല. പക്ഷെ ആചാര്യന്മാരുടെ ഇന്റലിജന്റ് ഭഗവാനുമായിട്ട് വളരെ നിയറാണ്. അതുകൊണ്ട് എന്താണോ എന്താ പറയാ ഭഗവാന്റെ വേർഡ്സ് അത് ക്ലിയർ ആയിട്ട് ആചാര്യന്മാർക്ക് അറിയാൻ പറ്റും. സോ നാരദ മുനി ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, it is based on the instruction given by the Bhakti Vedantis. നാരദ മുനി ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ധ്യാനിക്കുന്നത് സ്വന്തം ഇച്ഛപ്രകാരം സ്പെക്കുലേറ്റ് ചെയ്തെടുത്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പൂർവ്വ ആചാര്യന്മാരുടെ കാലടിപ്പാടുകൾ, അദ്ദേഹത്തിന്റെ ആചാര്യന്മാർ എന്ത് പറഞ്ഞു, ഭക്തി വേദാന്തികൾ എന്ത് പറഞ്ഞു, ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് അതങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഭക്തിയുടെ ജീവിതത്തിൽ ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന്, ബൈ പ്രീവിയസ് ആചാര്യാസ്, ദോസ് ഹു ആർ ഹൈലി കണക്ട് വിത്ത് കൃഷ്ണ. അപ്പൊ ആ ഒരു ഫുഡ് സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഗുരു, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഈ ഒരു ശ്ലോകത്തിൽ നിന്നുള്ള ഒരു ഹൈലൈറ്റ് എന്താണ്? ഗുരു, ഭക്തി വേദാന്തീസ്, ദെൻ ശാസ്ത്ര. ബിക്കോസ് ഭക്തി വേദാന്താസ് എല്ലാം ശാസ്ത്രം ഫോളോ ചെയ്യുന്നതാണ്. പിന്നെയോ വൺസ് അവൺ ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധി. അപ്പൊ ഗുരുവും ശാസ്ത്രവും വഴി ഒരു സാധകന്റെ ബുദ്ധി ആത്മീയമായ പക്വതയിലെത്തുന്നു. അപ്പൊ നമുക്കും മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്, ഘടകങ്ങളാണ്. എന്തൊക്കെയാണ്? പൂർവാചാര്യന്മാരുടെ ഉപദേശങ്ങൾ, അവര് പറയുന്ന പ്രക്രിയ, അത് നമ്മൾ അനുഷ്ഠിക്കണം. അത് മാത്രമാണോ? നമ്മളുടെ ഇന്റലിജന്റ് അല്ലെ, അതും കൂടെ ഉപയോഗിച്ചുകൊണ്ട് കൃഷ്ണ കോൺഷ്യസ്ലി അല്ലെങ്കിൽ ഭക്തിയുത ജീവിതത്തിലേക്ക് വരണം. ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പൂർവ ഗുരുക്കന്മാരുടെ പ്രക്രിയയും അറിയാം. പക്ഷെ ബുദ്ധി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ബുദ്ധി ഉപയോഗിച്ചില്ല. എൻ്റെ 24 മണിക്കൂറും എനിക്ക് കൃഷ്ണനെ സ്മരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം. കൃഷ്ണനെ കുറിച്ച് സംസാരിക്കണം എനിക്ക്, അല്ലെ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൃഷ്ണനുമായിട്ട് അടുക്കും. അതേസമയം വേറെ എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു മാറ്ററിലേക്ക് നമ്മുടെ മനസ്സും ചിന്തയൊക്കെ പോകുമ്പോൾ നമ്മൾ ഭക്തിയിൽ താഴ്ന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തി ബുദ്ധിശൂന്യത കാണിക്കരുത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എൻ്റെ ബുദ്ധിയും ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഭക്തൻ, കൃഷ്ണഭക്ത ബടാ ചതുര, കൃഷ്ണഭക്തൻ ഒരു വലിയൊരു ബുദ്ധിമാനാണ്. അവൻ ഒരിക്കലും അവന്റെ സമയം വേസ്റ്റ് ചെയ്യില്ല. എപ്പോഴും കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്യുന്നതിലേക്ക് മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ. ആ വ്യക്തി പുറത്ത് ജോലി ചെയ്താലും ശരി, ഭാര്യ ഉണ്ടെങ്കിലും ശരി, ഭർത്താവ് ഉണ്ടെങ്കിലും ശരി, കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലും ശരി, കുടുംബം ഉണ്ടെങ്കിലും ശരി, രാജ്യം ഭരിക്കുന്ന ആളാണെങ്കിലും ശരി, ഹി ഈസ് വെരി ഇന്റലിജന്റ്. ഹി ഡോണ്ട് വേസ്റ്റ് ടൈം, അല്ലെ? അതുകൊണ്ട് ഇവിടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഗുരു ശാസ്ത്രം വഴി ഒരു സാധകന്റെ ബുദ്ധി ആത്മീയമായ പക്വതയിലെത്തുന്നു. അതാണ് ഇവിടെ നാരദ ഋഷി നമുക്ക് കാണിച്ചു തരുന്ന പാത. അപ്പൊ ട്രെയിനിങ് അണ്ടർ എ വൈഷ്ണവ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ എങ്ങനെയാണോ ഭക്തി വേദാന്തികള് ട്രെയിനിങ് കൊടുത്തത് കൊണ്ട് 5 വയസ്സായ ആ ബാലകന് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ കഴിഞ്ഞതാണ്.
അല്ലെ? ഭഗവാനെ കാണാൻ കഴിഞ്ഞു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ അങ്ങോട്ട് പഠിക്കും നമ്മള്. അപ്പോ അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തന്മാരുടെ അണ്ടറിൽ ഇരുന്ന് ട്രെയിനിങ് എടുക്കണം നമ്മള്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ പ്രാക്ടിക്കലി വേറൊരു വഴിയില്ല എന്നാ പറയുന്നത്, അല്ലെ? 2-ാം സ്കന്ധത്തില് 7-ാം അധ്യായത്തില് 46-ാം ശ്ലോകത്തിൽ പറയണു, ദേവൈ വിദന്ധ്യ അതിതരന്തിച്ച ദേവമായാം സ്ത്രീശൂദ്രഹൂണശബര അവിപാപജീവ യദ്യദ്ഭുതക്രമപരായണ ശീലശിക്ഷാ തിര്യഗ്ജനാ അഭി കിമുശ്രുധാരണായേ കിമുശ്രുതധാരണായേ എന്ന് പറഞ്ഞാ ദേവൈ വിധന്തി അതിതരന്തിച്ച ദേവമായാം. ദേവമായാം, ദേവമായ എന്ന് പറഞ്ഞ ദേവമായ, ദേവ എന്ന് പറഞ്ഞ ഇവിടെ ഭഗവാൻ, മായ എന്ന് പറഞ്ഞ ഭഗവാന്റെ മായ, അല്ലെ? അതിതരന്തി അതിതരന്തിച്ച ദേവമായാം, മായാശക്തിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാൻ കഴിയും. ആർക്കൊക്കെ? സ്ത്രീകൾക്ക്. പിന്നെയോ ശൂദ്ര. ശൂദ്ര എന്ന് പറഞ്ഞാൽ, കാരണം സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ ഇവിടെ എടുത്തു പറയാൻ കാരണം എന്താ? ആധ്യാത്മികം പുരുഷന്റെ മൊണോപോളി അല്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ സ്ത്രീ എന്ന് എടുത്തു പറയാൻ കാര്യം ആധ്യാത്മിക ജീവിതമോ ഭഗവത് സാക്ഷാത്കാരമോ അത് പുരുഷന്റെ മൊണോപോളി അല്ല. ഇറ്റ് ഈസ് ഫോർ എവ്രി വൺ, നോട്ട് ഈവൻ ഹ്യൂമൻസ്, ഈവൻ ആനിമൽസ്. അതാണ് ഇവിടെ പറയുന്നത്. സ്ത്രീ, പിന്നെയോ ശൂദ്ര. ശൂദ്ര എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ജീവിതത്തിലെ ദൈവത്തിനെ കുറിച്ച് അന്വേഷിക്കാത്തവൻ. പിന്നെയോ ഹൂണശബറ, സൈബീരിയൻസ്. ഹൂണ പർവ്വതത്തില് താമസിക്കുന്നവർ, വീടൊന്നുമില്ല, കാട്ടാളന്മാർ, അല്ലെ? ശബറ കാട്ടാളന്മാർ. ഇനി എന്തിനു പറയണു? അപ്പൊ പാപജീവ, ഇനി പാപം ചെയ്ത ഒരു ജീവാത്മാവാണ് എങ്കിലും. അപ്പോ ഈ ഒരു കാറ്റഗറിയൊക്കെ എപ്പോഴും എന്താ പറയാ, പലരും മാറ്റി നിർത്താറുണ്ട് ആധ്യാത്മികതയിൽ, അല്ലെ? ശരിയല്ലേ? നീ സ്ത്രീയാണ്, സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നീ ശൂദ്രനാണ്, നീ ഹൂണനാണ്, നീ കാട്ടാളനാണ്, നീ പാപിയാണ്, അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല, അല്ലെ? ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ? ഒരു മോണോപോളി ആയിട്ട് എടുത്ത് വച്ചിരുന്നു. എന്നാൽ ഇത് ആരുടെയും മോണോപോളി അല്ല എന്ന് സ്ഥിരീകരിക്കുന്ന ശ്ലോകമാണത്. അപ്പൊ അത് സ്ത്രീക്കായാലും കുഴപ്പമില്ല, ശൂദ്രനായാലും കുഴപ്പമില്ല, ഹൂണനായാലും കുഴപ്പമില്ല, എനിബഡി. യദ്യദ്ഭുത ക്രമപരായണ ശീലശിക്ഷാസ്, അല്ലെ? യദ്യദ്ഭുത ക്രമപരായണ, അതിനെ ഭക്തൻ എന്നാ പറയണത്. യദ്യദ്ഭുത ക്രമപരായണ, കൃഷ്ണഭക്തനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഇത്രയും പേരും, സ്ത്രീ, ശൂദ്ര, ഹൂണ, ശബര, അഭിപാപയോനി, വെദർ, എന്താ പറയാ, പുരുഷ, അങ്ങനെ ആരോ ആയിക്കൊള്ളട്ടെ, യദ്യദ്ഭുത ക്രമപരായണ ശീലശിക്ഷ, ഒരു കൃഷ്ണഭക്തന്റെ ശിക്ഷണത്തിൽ വന്നാൽ, അണ്ടറിൽ വന്നാൽ, തിര്യഗ്ജന അപി കിമുശ്രുതധാരണായേ, തീർച്ചയായും ഭഗവത് ശാസ്ത്രത്തെ കുറിച്ച് അറിയുവാനും ആ പരമപരിശുദ്ധ ഭക്തർക്ക് സമർപ്പണം ചെയ്ത് ഭക്തിയുത സേവനത്തിൽ അവരുടെ പാത പിന്തുടർന്നാൽ മായാശക്തിയുടെ ബന്ധനത്തിൽ നിന്നും മുക്തരായി തീരുവാൻ കഴിയുമെന്നാണ് പറയുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ ട്രെയിനിങ് അണ്ടർ എ വൈഷ്ണവ വളരെയധികം അതിപ്രധാന്യമായിട്ട് ഇവിടെ പറയുന്നത്. കാരണം അവര് ഒരിക്കലും അവരുടെ മനകൽപ്പിതങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. എപ്പോഴും ആധികാരികമായ ഗുരു സാധു ശാസ്ത്രം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കൃഷ്ണഭക്തി പരിശീലിക്കുന്നവരാണ്. ഇതാണ് ആധികാരികമായ വഴി. ആ ആധികാരികമായ വഴി, ഇത് ആധികാരികമായ വഴിയാണ് എന്ന് 2-ാം സ്കന്ധം, ഭാഗവത 2-ാം സ്കന്ധം 7-ാം അധ്യായം 46-ാം ശ്ലോകത്തിൽ പറയണു, ദേവൈ വിദന്തി അതിതരന്തിച്ച ദേവമായാം. ആ ദേവമായാം, ഭഗവാന്റെ മായാശക്തിയെ മറികടക്കാൻ ഒരു വ്യക്തിക്ക് പറ്റും. അതിപ്പോ സ്ത്രീ ആയാലും ശൂദ്രനായാലും ഹൂണനായാലും ശബരനായാലും അഭിപാപയോനിയായാലും മൃഗാദികളായാലും പക്ഷിമൃഗാദികളായാൽ പോലും യദ്ഭുത ക്രമപരായണ ഒരു വിഷ്ണുഭക്തൻ, ഒരു കൃഷ്ണഭക്തന്റെ അണ്ടറില് ശിക്ഷ ശീലിക്കുക, അല്ലെ? ശീലശിക്ഷാസ്. ദെൻ അങ്ങനെയാണ് എങ്കിൽ തിര്യജ്ഞനാഭി
ഭക്തിമിശ്രിത ധാരണ, ആ ധാരണ ഉണ്ടാവും അല്ലെ? ഭഗവാനിലേക്ക്, ആ ഭക്തിയുത സേവനത്തിലേക്ക് ഉയർന്നു വരികയും ഭക്തി അവർക്ക് ഉണ്ടാവുകയും ഭഗവാന്റെ ദേവമായ, ഭഗവാന്റെ ആ ദേവന്റെ മായാശക്തിയുടെ ബന്ധനത്തിൽ നിന്നും ഇങ്ങനെയുള്ള വ്യക്തികൾക്കെല്ലാം മുക്തി കിട്ടുകയും ചെയ്യുമെന്നാ പറയാം. ഇതാണ് ഇന്നത്തെ ശ്ലോകത്തിലെ സാക്ഷാത്കാരം. മംഗളം യാദവേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ വസുദേവ തനുജായ വാസുദേവായ മംഗളം. നാളെ കാണാം. ഹരേ കൃഷ്ണ.